ഗുരുവായൂരിൽ ദേവസ്വം ജീവനക്കാർ അലക്ഷ്യമായി മാലിന്യങ്ങൾ കത്തിക്കുന്നതായി പരാതി. തെക്കേനടയിലെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഡോർമിറ്ററി ആൻഡ് കംഫർട്ട് സ്റ്റേഷന്റെ പുറകിലാണ് ദേവസ്വം ജീവനക്കാർ മാലിന്യം കത്തിക്കുന്നത്. ദേവസ്വത്തിന്റെ കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് കൂട്ടിയിട്ട് കത്തിക്കുന്നത്. നൂറുകണക്കിന് ഭക്തർ ഉൾപ്പെടെയുള്ളവർ ദിനംപ്രതി എത്തുന്ന ടൗണിൽ യാതൊരു സുരക്ഷാ നടപടിയും സ്വീകരിക്കാതെയാണ് മാലിന്യം കത്തിക്കുന്നത് എന്നാണ് ആക്ഷേപം. മണിക്കൂറുകളോളം ഇവ പുകയുന്നതിനാൽ പൊതുജനങ്ങളും പൊറുതിമുട്ടുകയാണ്. പുക ശ്വസിച്ച് വലിയ അസ്വസ്ഥതകളും ആരോഗ്യപ്രശ്നങ്ങളും ഉണ്ടാകുന്നുമുണ്ട്. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവരെയും വഴിയാത്രക്കാരെയും നാട്ടുകാരെയുമാണ് ഇത് രൂക്ഷമായി ബാധിക്കുന്നത്. നാട്ടുകാരും പോലീസും ഇടപെട്ടതിനെ തുടർന്ന് നഗരസഭാ കൌൺസിലർ CS സൂരജ് സ്ഥലത്തെത്തി ആരോഗ്യ വിഭാഗത്തെ വിവരം അറിയിച്ചു. മുൻപും പല പരാതികൾ ലഭിച്ചതിനാൽ നഗരസഭാ ആരോഗ്യ വിഭാഗം ദേവസ്വത്തിനെതിരെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അവസാനമായി പ്രോസിക്യൂഷൻ നോട്ടീസ് നൽകി. എന്നാൽ ഇതെല്ലാം അവഗണിച്ചാണ് ദേവസ്വം ജീവനക്കാർ സ്ഥലത്ത് അനധികൃതമായി മാലിന്യം കത്തിക്കുന്നതെന്ന് കൌൺസിലർ CS സൂരജ് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പ്രദേശത്തുള്ള ആളുകൾ നഗരസഭ അടക്കം നോട്ടീസ് കൊടുത്തിട്ട് ഒരു അനുകൂല നടപടി ദേവസ്വത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പോഴും മാലിന്യം കത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ. ആ പ്രദേശത്തുള്ള ആളുകൾക്കും അവിടെ വരുന്ന ഭക്തജനങ്ങൾക്കൊക്കെ വലിയ ഹാനികരമായ രീതിയിലാണ് അവിടുത്തെ പുക വരുന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള മാലിന്യങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ഇൻസിനേറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ ഉപയോഗശൂന്യമായ കേടുവന്ന ഇൻസിനേറ്ററിലാണ് ഇത്തരം മാലിന്യങ്ങൾ വളരെയധികം ടൺ കണക്കിന് മാലിന്യം വന്ന് കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ദേവസ്വത്തിന്റെ ഭാഗത്തുള്ള ബന്ധപ്പെട്ട അധികാരികൾ അത് പരിശോധിച്ചിട്ട് അതിന് കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ദേവസ്വത്തിനെതിരെ കർശനമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു.